नमः प्रणवार्ताय शुद्धज्ञानैकमूर्तये निर्मलाय प्रशान्ताय दक्षिणामूर्तये नमः। स्थापकाय च धर्मस्य सर्वधर्मस्वरूपिणे अवतारवरिष्ठाय रामकृष्णाय ते नमः। जननीं शारदां देवीं रामकृष्णं जगद्गुरुं पादपद्मे तयो श्रुत्वा प्रणमामि मुहुर्मुहुः। नमः श्रीयतिराजाय विवेकानन्दसूरये सच्चित्सुखस्वरूपाय स्वामिने तापहारिणे। जय रामकृष्ण। 12th All Kerala Sri Ramakrishna Bhakta Sammelan 2013 കേരളത്തിൽ പന്ത്രണ്ടാം തീയതി മെയ് മാസം സമാപിച്ചു. നല്ല ഒരു ഭക്തസംഗമം ഉണ്ടായിരുന്നു. കുറേ സ്വാമിമാർ വന്നിരുന്നു, കുറേ പണ്ഡിതന്മാർ ഉണ്ടായിരുന്നു, കലാകാരരുണ്ടായിരുന്നു, പാട്ട് പാടുന്നവർ മിക്കവാറും എല്ലാം ഉണ്ടായിരുന്നു. നല്ലവിധം എല്ലാം ദിവസങ്ങൾ 4 ദിവസം നല്ലവിധം കഴിഞ്ഞു. പ്രിയദർശിനി ഓഡിറ്റോറിയം എന്ന് പറഞ്ഞിട്ട് നമ്മ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനടുത്ത് വളരെ അടുത്ത് കുതിര മാളിക എന്ന് പറഞ്ഞിട്ടുള്ള പാലസിന് മുമ്പ് സ്വാതി തിരുനാൾ താമസിച്ചിരുന്ന കുറേ കീർത്തനങ്ങൾ ഉണ്ടാക്കി പാടി കാണിച്ച് സ്വന്തം രസിച്ച് ഭഗവാനെയും രസിപ്പിച്ച ഭഗവാനെയും അങ്ങനെയൊക്കെ കേൾപ്പിച്ച് ഭഗവാന് കണ്ടിയില്ല, പത്മനാഭസ്വാമി കണ്ടിയില്ല എല്ലാം പാടുന്നത്. ആ സ്ഥലത്തിൽ നമ്മ ഭക്തസംഗമം ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാമി പറഞ്ഞു ഇനി അടുത്ത വർഷം അനൗൺസ്മെന്റ് ആയിരുന്നു. പത്തനംതിട്ട ജില്ലയിൽ ആണ് അടുത്ത ഭക്ത സമ്മേളനം. പത്തനംതിട്ട ജില്ല എന്ന് പറഞ്ഞാൽ തിരുവല്ല ആകാം, ഇല്ലെങ്കിൽ വള്ളിക്കോട് ആകാം, പന്തളത്തിലാകാം, എവിടെയെങ്കിലും തീരുമാനിച്ചിട്ടില്ല. എന്നും വള്ളിക്കോട്ട് ഭക്തന്മാരും പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലുള്ള ഭക്തന്മാരുടെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് വള്ളിക്കോട് രാമദേവനും വേറൊരു ഭക്തനും കൊടി എടുത്തു, ധ്വജം അവരുടെ തിരുവനന്തപുരത്തുകാരന് ഭക്തന്മാരുടെ അടുത്ത് അവർ മേടിച്ചു. ഈ ഒരു വർഷം ഇനി ഉണ്ട്, മിക്കവാറും അടുത്ത മെയ് മാസമായിരിക്കും. അതിനിടയിൽ എന്ത് ചെയ്യണം എന്ന് സ്വാമി ഗൗതമാൻജി പറയുമ്പോൾ ചൂയിങ് ദ കട്ട്, ആലോചിക്കണം. പറഞ്ഞതെല്ലാം കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ ഭക്തസമ്മേളനത്തിൽ ഏതെല്ലാം കാര്യങ്ങളെ കുറിച്ച് നമ്മ സംസാരിച്ചോ, നമ്മ ഡിസ്കസ് ചെയ്തോ അതെല്ലാം ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കണം, ഇടയ്ക്കിടയ്ക്ക് ഓർക്കണം. അടുത്ത വർഷം ഏകദേശം എല്ലാം കൂടെ നോക്കുമ്പോൾ ഒരു 600 ആൾക്കാരെങ്കിലും ഏകദേശം വന്നിട്ടുണ്ടാവും. ഓരോരാളും ഒരാളെയും കൂടി കൂട്ടിക്കൊണ്ട് വരുമ്പോൾ അടുത്ത വർഷം ഒരു 1200 ആകട്ടെ, ഓഡിറ്റോറിയം നിറയട്ടെ എന്ന് ഗൗതമാൻ സ്വാമി സജസ്റ്റ് ചെയ്തു. ഇങ്ങനെ കാര്യങ്ങൾ എല്ലായിടത്തും പറയണം, ഇങ്ങനെയെല്ലാം ആയിരുന്നു, വളരെ നന്നായിട്ട് ഞങ്ങൾ 4 ദിവസങ്ങൾ വളരെ യൂസ്ഫുള്ളായിട്ട് ഞങ്ങൾ കഴിച്ചു എന്നെല്ലാം ഗൗതമാൻ സ്വാമി പറഞ്ഞു. വേറെ കാര്യങ്ങൾ പറഞ്ഞത്, ഈ 4 ദിവസം ഈ ബിസി ലോകത്തിൽ അവരവരുടെ ജോലിയിൽ വളരെ ബിസി ആയിട്ടുള്ള ഈ സമയത്തിൽ എല്ലാം വിട്ടിട്ട് ഇവിടെ വന്ന് അറ്റൻഡ് ചെയ്യാൻ തന്നെ ഒരു കമ്മിറ്റ്മെൻറ്റ് വേണം. സോ വന്നവരെല്ലാം ആ കമ്മിറ്റ്മെൻറ്റോട് വന്നവരാണ്. അവർ ഒരു ദിവസം വന്നിട്ട് പോയവരാട്ടെ, 3 ദിവസം ഉണ്ടായവരാട്ടെ, എങ്ങനെയെങ്കിലും അവരുടെ ഒരു കമ്മിറ്റ്മെൻറ്റ് കാണിച്ചിരിക്കുന്നത്.
അവരിനി ബൈ വേ ഓഫ് മൗത്ത് ഇങ്ങനെ എല്ലാവരുടെ ഒന്ന് പറഞ്ഞാൽ ഇനി കൂടുതൽ ആൾക്കാർ വന്നിട്ട് അത് ഇതിനു വേണ്ടി ആൾക്കൂട്ടം ചേർക്കാൻ വേണ്ടിയല്ല, ഈ വന്നവർക്ക് നന്മ ഉണ്ടായിരിക്കുന്നു, ആ നന്മ എല്ലാവർക്കും ഉണ്ടാകട്ടെ, ഇനി ഒരാൾക്കെങ്കിലും ആകട്ടെ എന്ന് പറഞ്ഞു ആൾക്കാർ കൂട്ടിക്കൊണ്ട് വരട്ടെ എന്ന് ഗൗതമ സ്വാമി പറഞ്ഞു. ഇപ്പം നമ്മ ഈ എന്തെല്ലാം സംസാരിച്ചു, നമ്മ ഇനി എന്തെല്ലാം ഓർക്കണം ഈ ഒരു വർഷം എന്ന് നമ്മ ഒരു ചുരുക്കമായിട്ട് നമ്മ ഒന്ന് റിവ്യൂ ചെയ്യാം. നേരത്തെ ഒരു നോൺ ടോക്ക് ഉണ്ടായിരുന്നു. ഈ നോൺ പേപ്പേഴ്സ് പോലെ നോൺ ടോക്ക് എന്ന് ഞാൻ പറയുന്നത് ഇതെല്ലാം ഒഫീഷ്യൽ ഡെലിബറേഷൻസ് ഇല്ലാത്ത പിന്നെയോ ഇല്ലെങ്കിൽ മുമ്പിലോ ഇല്ലെങ്കിൽ ഇടയിലോ മറ്റവർ ആരെങ്കിലും ഈ പറഞ്ഞാൽ ഈ സമയത്തിൽ ഈ നിമിത്തമായിട്ട് വേറെ കാര്യങ്ങൾ പറയുമ്പോൾ അതിന് നോൺ ടോക്ക് എന്ന് പറയാം. എന്തെങ്കിലും ഡിസ്കഷൻ പേപ്പേഴ്സ് റിഗാർഡിങ് സർട്ടൺ മാറ്റേഴ്സ് ഇൻ ബിറ്റ്വീൻ ഫോറിൻ കൺട്രീസ്, മറ്റേ കൺട്രീസോട്ട് അങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോൾ അത് ഡിസ്കഷൻ പേപ്പേഴ്സിന് നോൺ പേപ്പർ എന്ന് പറയും. അതിനെ പരസ്പരം അതിനെ പകർന്നു കൊള്ളും. ഇങ്ങനെ ഞാനൊരു നോൺ പേപ്പർ നിങ്ങൾ കൊടുക്കാം, നിങ്ങളുടെ ഒരു നോൺ പേപ്പർ എനിക്ക് കൊടുക്കും എന്നെല്ലാം ഡിപ്ലോമാറ്റിക് സർക്കിൾസിൽ അങ്ങനെയുണ്ട്. അതുപോലെ ഇത് നോൺ ടോക്ക് എന്ന് പറയുന്നത്. ഇതും അതാണ് അടിസ്ഥാനം. ഈ നോൺ പേപ്പേഴ്സാണ് ഒഫീഷ്യൽ ഡോക്യുമെൻസിൻ്റെ അടിസ്ഥാനമായിട്ട് നിൽക്കേണ്ടത്. അങ്ങനെ പരസ്പരം ഓരോരാളും മറ്റവരുടെ അടുത്ത് കാര്യങ്ങൾ നല്ല കാര്യങ്ങളെ കുറിച്ച് പറയേണ്ടതാണ് ഇപ്പോൾ ഞാനിങ്ങനെ നോൺ ടോക്ക് എന്ന് ടേം ചെയ്യുന്നത്. ശരി, ഇപ്പോൾ ഒന്ന് നമ്മ ഇത് ചെയ്ത് നോക്കാം. ഇതെല്ലാം എന്താണ് സംഭവിച്ചത് ഈ 4 ദിവസങ്ങളിൽ എന്നൊരു പിന്നോട്ട് നോക്കാം ചെയ്യാം. ആദ്യത്തെ ദിവസം ധ്വജ ആരോഹണം ഉണ്ടായിരുന്നു. പിന്നെ ന്യൂ വേവ്, ശ്രീരാമകൃഷ്ണന്റെ ന്യൂ വേവ്, അതിനെക്കുറിച്ച് ഗൗതമ സ്വാമി പറഞ്ഞു. ഹിംസെൽഫ് വാസ് ദി ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ് എവർ ഗിവൻ എന്ന് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ശ്രീരാമകൃഷ്ണദേവൻ വന്നത് തന്നെ ലോകത്തിന് ഏറ്റവും ഒരു ഗിഫ്റ്റാണ്, ലേറ്റസ്റ്റായിട്ട് വന്നിരിക്കുന്നത്. ഈ യുഗത്തിന് എങ്ങനെ ആവശ്യമോ അതെല്ലാം പറയാൻ ആ രൂപത്തിൽ, ഈ യുഗത്തിന് എങ്ങനെയുള്ള രൂപം ആവശ്യമോ ആ രൂപത്തിൽ, മനുഷ്യ രൂപത്തിൽ അങ്ങനെ ഭഗവാൻ വന്നിട്ട് താനെ ഒരു ഗിഫ്റ്റായിട്ട് വന്ന് എത്തിയ ശ്രീരാമകൃഷ്ണദേവനാണ് ദ ന്യൂ വേവ്, ന്യൂ സ്പിരിച്വൽ വേവ്. ആ ശ്രീരാമകൃഷ്ണദേവൻ്റെ ജീവിതവും ശ്രീരാമകൃഷ്ണദേവൻ്റെ മറ്റു വചനാമൃതവും അവരോട് കൂടെ വന്നവരുടെ കാര്യങ്ങളും ഇതെല്ലാം ഒന്നും കൂടി നമ്മ റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കണം. എത്രയ്ക്ക് നമ്മ അവരെ കുറിച്ച് നമ്മ കഥാമൃതം എന്നല്ലേ തുടങ്ങുന്നത്. ആ അമൃതമാണ് അവരുടെ കഥ എന്ന് പറഞ്ഞാൽ പറയുന്നത്. പിന്നെ കഥ അവരുടെ ജീവിതം, അത് നമുക്ക് പറയാം. അവരുടെ ജീവിതം ചരിതാമൃതം, അവരുടെ ചരിതം നമ്മൾ നോക്കുമ്പോൾ അതിലും നമുക്ക് അമൃതമാണ്. അതെല്ലാം നമ്മുടെ ഈ മൃത്യു ജീവിതത്തിൽ ഇവിടെ പിന്നെ ഈ മൃത്ത് കൂടിയിരിക്കുന്ന മണ്ണായിട്ടുള്ള ഈ ജീവിതത്തിൽ നമ്മൾ അതിനെ അമൃതമായിട്ട് ദൈവീ വിഷയങ്ങൾ, വിഷയങ്ങൾ അപ്പറാവിന് പറാവിൽ പോകണം. അതിനെ നമ്മൾ കൂട്ടിക്കൊണ്ട് പോകാനാണ് അപ്പറാവിന് വന്നത്. ഈ പരത്തിന് പോകാൻ വേണ്ടി അപ്പറത്തിൽ ഇറങ്ങിയിട്ട് നമ്മളെ പരത്തിൽ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി ഭഗവാന്റെ അവതാരമായിട്ട് ശ്രീരാമകൃഷ്ണൻ വന്നത്, ആചാര്യനായിട്ട് വന്നത്. സോ ഇവരുടെ ജീവിതവും ഇവരുടെ മെസ്സേജും ഇവരുടെ ഉപദേശങ്ങളും നമ്മൾ ഒന്നും കൂടി ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കണം. പിന്നെ ഇനിഷ്യേറ്റർ ഓഫ് രാമകൃഷ്ണ മൂവ്മെൻറ്റ്, പിന്നെ ഇവിടെ നമ്മുടെ സ്ഥലത്തിൽ വന്നിട്ട്, കേരളത്തിൽ വന്നിട്ട് ഭഗവാൻ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് ഇവിടെ വന്നത്. ഗാഡ്സ് ഓൺ ലാൻഡ് വെറുതെ അല്ല. ഇവിടെ നേരത്തെ എല്ലാവരും വരുന്ന മുമ്പ് തന്നെ, ഇവിടെ ശ്രീ വിവേകാനന്ദ വരുന്ന മുമ്പ് തന്നെ ഇവിടെ ശ്രീരാമകൃഷ്ണൻ വന്നു. കാളിപദ ഘോഷ് 1886 വന്നു. ഒന്നും കൂടി 92 മുമ്പ് ഒരു പ്രാവശ്യം ഒന്നും കൂടി ഇവിടെ വന്നു. ശ്രീരാമകൃഷ്ണന്റെ കാര്യങ്ങൾ, ശ്രീരാമകൃഷ്ണനെ കുറിച്ച് കാര്യങ്ങൾ ഇവിടെ ശംഖുമുഖം ബീച്ചോ എവിടെ തിരുവനന്തപുരത്ത് ബീച്ചിൽ വെച്ച് പത്മനാഭൻ തമ്പിയോട് പറഞ്ഞു, മറ്റവരോടും പറഞ്ഞിട്ടുണ്ടാവും. കാര്യം പത്മനാഭൻ തമ്പിയോട് അത്ര പരിചയമില്ലാത്തവരോട് തന്നെ കുറച്ചൊക്കെ പറഞ്ഞപ്പോൾ കുറച്ചും കൂടി പരിചയമായവരോട് കുറച്ചും കൂടുതൽ പറഞ്ഞിട്ടുണ്ടാവും. ഇവിടെ വന്നിട്ട് ശ്രീരാമകൃഷ്ണന്റെ കാര്യത്തിന് ശ്രീരാമകൃഷ്ണന്റെ ശിഷ്യൻ തന്നെ ഒന്ന് പറഞ്ഞു. അതിന് മുമ്പ് തന്നെ അറിഞ്ഞിട്ടുണ്ടാവും. ഇവിടെ തന്നെ ഇപ്പോൾ അടുത്ത കാലത്ത് ഞാൻ കേട്ടത്, കൃഷ്ണൻ പിള്ളേന്ന് ഒരാൾ ശ്രീരാമകൃഷ്ണനെ കണ്ടിരിക്കുന്നതെന്ന്. അവർ മാവേലിക്കരയിൽ അമ്പാൻ സ്വാമിയുടെ എന്തെങ്കിലും ഒരു അമ്മാമനോ എങ്ങനെ ആയിരിക്കുമോ എന്ന് ഒരു സംശയം. ഞാൻ എന്നെ ഉറപ്പാക്കിയിട്ടില്ല എങ്ങനെയെന്ന്. അതുപോലെ
ഗോഡ്സ് ഓൺ ലാൻഡ് ഭഗവാൻ ഇവിടെ ഇഷ്ടപ്പെട്ടു. ഇവിടെ വന്ന് സ്ഥലം തീർത്ഥമാക്കി ഇവിടെ ഇരുന്നു. ആദ്യം ഭജന ചെയ്യുന്ന ഭജനകൾ ഇവിടെ നടക്കുന്ന കീർത്തനങ്ങളിൽ ശ്രീരാമകൃഷ്ണന്റെ പടം വെക്കാറുണ്ടെന്ന് നിർമ്മലാശ്രമം 1924 സ്വാമി നിർമ്മലാശ്രമം വരുന്ന മുമ്പ് തന്നെ ഞാൻ ഇങ്ങനെ കേട്ടു, ഇങ്ങനെ കണ്ടിരിക്കുന്ന വെക്കാറുണ്ടെന്ന് ഞാൻ കേട്ടു എന്നെല്ലാം മഹേന്ദ്രനാഥ് ഗുപ്തടുത്ത് നിർമ്മലാശ്രമം പറയുന്നത് 1924. അങ്ങനെ ഭഗവാൻ ഇവിടെ നേരത്തെ തന്നെ വന്ന് ഇടം പിടിച്ചു. പിന്നെ ഒരു ക്ഷേത്രമായിട്ട് ഉണ്ടാക്കി ഹരിപ്പാടിലും തിരുവല്ലയിലും കൊയിലാണ്ടിയിലും ആലപ്പുഴയിലും മുട്ടത്തിലും കായംകുളത്തിലും തിരുവനന്തപുരത്തിലും നെട്ടയത്തിൽ പിന്നെ ശാസ്താമംഗലത്തിലും പിന്നെ മൂവാറ്റുപുഴയിലും കാലടിയിലും തൃശ്ശൂരിലും പുതുക്കാടിലും കുളത്തൂർ മൊഴിയിലും അടൂരിലും വള്ളിക്കോട്ടിലും പുതുക്കാട് പറഞ്ഞു ഇങ്ങനെ കുറേ തൃശ്ശൂരിലും ഇങ്ങനെ കുറേ സ്ഥലങ്ങളിൽ പാലായിലും ഇങ്ങനെ കുറേ സ്ഥലത്തിൽ ശ്രീരാമസേവകൻ ക്ഷേത്രവാസിയായിട്ട് ഒരു ക്ഷേത്രത്തിന്റെ ദേവനായിട്ട് വന്ന് ഇരുന്ന് നമ്മളെല്ലാം അനുഗ്രഹിക്കുന്നത്. അവിടെ എവിടെയെല്ലാം പോകണം, എവിടെയെല്ലാം ശ്രീരാമസേവകന്റെ ക്ഷേത്രങ്ങളുണ്ടോ അവിടെ എല്ലാം നാം പോകണം. അവിടെ എല്ലാം ഭഗവാനെ കുറിച്ച് ചിന്തിക്കണം, തൊഴണം. എവിടെയെങ്കിലും കുറച്ചൊക്കെ എണ്ണ, കുറച്ചൊക്കെ അവിടെ വേണ്ടിയ ഭഗവാന് പോകുമ്പോൾ കുറച്ച് പഴം, കുറച്ചൊരു ദക്ഷിണ എന്തെങ്കിലും അങ്ങനെയെല്ലാം എടുത്തുകൊണ്ട് പോകണം. അവിടെ ചെയ്യുന്നവർ പ്രോത്സാഹിക്കണം. ഈ ക്ഷേത്രമെല്ലാം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുന്നവർക്കെല്ലാം നമ്മൾ പ്രോത്സാഹിക്കണം. ഇതെല്ലാം ചെയ്യണം. പുറത്ത് പോകുമ്പോൾ അകത്ത് വീട്ടിലുള്ളപ്പോൾ വചനാമൃതം വായിക്കണം, ജീവിതം വായിക്കണം. വിവേകാനന്ദ സ്വാമിയുടെ 150 വർഷം കൊണ്ട് ഇപ്പോൾ വിവേകാനന്ദ സ്വാമിയുടെ ഒരു പ്രഭാഗം, വിവേകാനന്ദ സ്വാമിയുടെ ഒരു സ്പെഷ്യൽ ഒരു അനുഗ്രഹം ഈ വർഷത്തിൽ അവൈലബിൾ ആണ്, ഉണ്ടാവും. അതിനെ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യണം. ആ അനുഗ്രഹം നമ്മൾ കാറ്റടിക്കുന്ന കാറ്റിന് നമ്മൾ വെള്ളം പോകണമെങ്കിൽ വെള്ളത്തിൻ്റെ സെയിൽ തുറക്കണമല്ലേ. അങ്ങനെ ആ തുണി തുറന്നു വെച്ചാലല്ലേ ആ തുണീനെ പായ് വിരിക്കുന്നല്ലേ. അങ്ങനെ വിരിച്ചുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഈ വർഷം ഈ 150ാவது ജയന്തി, വിവേകാനന്ദ സ്വാമിയുടെ 150ാவது ജയന്തി, നിർമ്മലാനന്ദ സ്വാമിയുടെ 150ാவது ജയന്തി, പത്മനാഭൻ അല്ല മറ്റേ ഡോക്ടർ പൽപ്പുടെ 150ാவது ജയന്തി, പിന്നെ തുറിയാനന്ദ സ്വാമിയുടെ 150ാவது ജയന്തി, അഴസിംഗ് വിവേകാനന്ദ സ്വാമിയുടെ പ്രഥമ ശിഷ്യൻ, ഏറ്റവും വളരെ ഗുരുത്വപൂർണ്ണ ശിഷ്യനായിരുന്ന അലസിംഗയുടെ 150ാவது ജയന്തി, രാമകൃഷ്ണ സ്വാമി 150ാவது ജയന്തി, ഇങ്ങനെ ബ്രഹ്മാനന്ദ സ്വാമിയുടെ 150ാவது ജയന്തി. ബ്രഹ്മാനന്ദ സ്വാമിയാണ് കേരളത്തിൻ്റെ ഫോളോ അപ്പ് ചെയ്ത് വിവേകാനന്ദ സ്വാമിയുടെ ഐഡിയാസിനെ ഫോളോ അപ്പ് ചെയ്ത് കേരളത്തിൽ അതിനുവേണ്ടി താനും വന്നത്. പിന്നെ നിർമ്മലാനന്ദ സ്വാമിയുടെ അപ്പോയിൻറ്റ് ചെയ്തതും ഇങ്ങനെയെല്ലാം അത് ബ്രഹ്മാനന്ദ സ്വാമിയാണ്. ഇങ്ങനെ ഇവരുടെ എല്ലാവരുടെയും 150ാவது ജയന്തിയാണ്. അവരുടെ അനുഗ്രഹം ഈ വർഷം നമുക്ക് റെഡിയായിട്ട് കിട്ടും. അതുകൊണ്ട് അവരുണ്ടാക്കിയ സ്ഥലങ്ങളെല്ലാം നാം പോയിക്കൊണ്ടിരിക്കണം. അവിടെ ഉള്ള അവർ ഭഗവാൻ ഇഷ്ടപ്പെട്ട് ഇവിടെ വന്ന് ഇവരെ പിന്നെ ഒരു കൊച്ചു പോയിട്ട് ഞാൻ അവിടെ പോകുമെന്ന് ഇരിക്കുമ്പോൾ അച്ഛൻ സമ്മതിക്കും, ശരി അവിടെ ഇരുന്നുള്ളൂ. അതുപോലെ ഇവിടെ ഈ ഭഗവാനാണ് ആ കൊച്ചു അവതാരം. കൂടെ വന്നവരും പിന്നെ വന്നു. ഭഗവാൻ ഇവിടെ ശരി ഇവിടെ ഇരുന്നുള്ളൂ എന്ന് ഫോർമലായിട്ട് ഫോർമലൈസ് ചെയ്തു. അങ്ങനെയാണ് ബ്രഹ്മാനന്ദ സ്വാമി ഫോർമലൈസ് ചെയ്താണ്. ഇവിടെ വന്നത് ശ്രീരാമകൃഷ്ണദേവൻ ആശ്രമം ഇൻസ്റ്റാൾ ചെയ്തിട്ടത് ബ്രഹ്മാനന്ദ സ്വാമി എന്ന് പറഞ്ഞാലും ആക്ച്വലി ശ്രീരാമകൃഷ്ണൻ ഇവിടെ വന്നു, ബ്രഹ്മാനന്ദ സ്വാമി അതിനെ ഫോർമലൈസ് ചെയ്തു നെട്ടയത്തിൽ. അതുപോലെ എല്ലാ സ്ഥലത്തിലും ഇങ്ങനെ ശ്രീരാമകൃഷ്ണൻ ഇഷ്ടപ്പെട്ട് ഇവിടെ വന്ന ഈ ഗോഡ്സ് ഓൺ ലാൻഡിൽ നമ്മൾ അവരുടെ വചനങ്ങളും അവരുടെ ജീവിതവും എല്ലാം ഈ വർഷം മുഴുവൻ നോക്കിക്കൊണ്ടിരിക്കണം, വായിച്ചു കൊണ്ടിരിക്കണം, ചിന്തിച്ചു കൊണ്ടിരിക്കണം. പിന്നെ വേറെ എന്തെല്ലാം ഉണ്ടായിരുന്നു? കുറേ പ്രഭാഷണങ്ങൾ ഉണ്ടായിരുന്നു. ശ്രീരാമകൃഷ്ണ ശിഷ്യന്മാരെ കുറിച്ച് ഉണ്ടായിരുന്നു പ്രഭാഷണങ്ങൾ. മാസ്റ്റർ മഹർഷി മഹേന്ദ്രനാഥ് ഗുപ്തരെ കുറിച്ച് ഉണ്ടായിരുന്നു. വീരഭദ്രനാഥ സ്വാമി പിന്നെ അവർ ഗൈഡഡ് മെഡിറ്റേഷൻ ചെയ്തു, ധ്യാനിക്കാൻ പഠിപ്പിച്ചു, ധ്യാനം ചെയ്യാനെല്ലാം. കുറേ വീണ ഒരു 10-15 വീണ കണ്ടു. വീണ കച്ചേരി ഉണ്ടായിരുന്നു. അതിൻ്റെ തലേ ദിവസം ആദ്യത്തെ ദിവസം പുഷ്പവതി അവരുടെ വളരെ നല്ല ഒരു സംഗീത കച്ചേരി ഉണ്ടായിരുന്നു. പിന്നെ കുറേ അങ്ങനെ പ്രഭാഷണമെല്ലാം ഉണ്ടായിരുന്നു. ഇനിയും അടുത്ത വർഷം കൂടി നന്നായിട്ടുണ്ടാവും. ഈ വർഷം വന്നവർ എന്തെങ്കിലും ഫീഡ്ബാക്ക്
എന്തെങ്കിലും സജഷൻ നെക്സ്റ്റ് വർഷം നന്നാക്കാൻ കുറച്ചും കൂടി നന്നായിട്ട് ചെയ്യാനുള്ള സജഷൻ ഉണ്ടെങ്കിൽ ഇതെല്ലാം പറയണം. പിന്നെ ഇത് കാണാൻ പറ്റുമെങ്കിൽ എൻ്റെ ഫേസ്ബുക്കിൽ ഇല്ലെങ്കിൽ എൻ്റെ ഇമെയിൽ കിട്ടിയതിനർത്ഥം ഇതിനാരെങ്കിലും കാണുന്നെങ്കിൽ അപ്പോൾ അങ്ങോട്ട് റിപ്ലൈ ചെയ്യണം. അവരുടെ സജഷൻസും അവരുടെ എക്സ്പീരിയൻസസും ഫീഡ്ബാക്കും പറയണം. പിന്നെ ഈ തിരുവനന്തപുരത്തിൽ പത്മനാഭസ്വാമിയുടെ സന്നദ്ധിനടുത്ത് നമ്മ ഇങ്ങനെ ഭഗവത് ചർച്ച, ഭഗവാന്റെ കാര്യങ്ങളെക്കുറിച്ച് നമ്മെല്ലാം ഒരു ചിന്ത, ഒരു സത്സംഗം ചെയ്തു. ഇങ്ങനെ സത്സംഗങ്ങൾ കൂടുതൽ ഒരു 5 ആൾക്കാരോ 10 ആൾക്കാരോ 20 ആൾക്കാരോ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് 1000, ഇപ്പോൾ അടുത്ത വർഷം ഒരു 1000 1500 ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുക. അങ്ങനെ 1000 ഓരോ മാസവും ചെയ്യാൻ പറ്റിയാൽ കുഴപ്പമില്ല. ഇല്ലെങ്കിൽ കുടുംബത്തിലുള്ളവരെല്ലാവരും കൂടി ഒരു സത്സംഗം, 2 പേർ കുടുംബം തന്നെ ഒരു സത്സംഗം, ഇങ്ങനെയെല്ലാം ഇല്ലെങ്കിൽ നമ്മ തന്നെ ഒരാൾ തന്നെ വചനാമൃതം എടുത്ത് വായിക്കുമ്പോൾ അത്ര ശ്രീരാമശിവന്റെ പാർശ്വതകൾ ശ്രീരാമശിവനെ എല്ലാവരോടും കൂടി സത്സംഗം ഉണ്ടാവും. സ്വന്തം നമ്മ ക്വയറ്റായിട്ട് ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ അകത്തിലുള്ള സത്തോട് നമുക്കൊരു സംഘം ഉണ്ടാകുന്നു. ഇങ്ങനെ സത്സംഗം ചെയ്തുകൊണ്ടിരിക്കണം. അതിനെ പിന്നെ പ്രവർത്തിക്കണം ജീവിതത്തിൽ. ഇപ്പോൾ ഇങ്ങനെ ശ്രീരാമശിവന്റെ ചിന്തയും വിവേകാനന്ദ സ്വാമിയുടെ സ്പിരിറ്റ് എല്ലാം അമ്മയുടെ അനുഗ്രഹത്തോടെ നമ്മെല്ലാം ഇത് കാര്യങ്ങൾ ചെയ്യുന്നത് ജീവിതത്തിൽ അത് എഫക്റ്റ് ഉണ്ടാകണം, ഒരു ക്വാളിറ്റേറ്റീവ് ചേഞ്ച് ഉണ്ടാകണം. അത് നമ്മറിയാതെ തന്നെ നമ്മൾ നോക്കും ജഗത്തിൽ പല നന്മകൾ അതുകൊണ്ട് ഉണ്ടാകുന്നെന്ന്. ഇങ്ങനെ ആത്മമോക്ഷ വേണ്ടി നമ്മൾ ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ കാര്യങ്ങൾ ശരിക്കും ചെയ്യുമ്പോൾ തന്നെ ജഗത്തീത അങ്ങനെ തന്നെ ഉണ്ടാവും. പിന്നെ എല്ലാവരും കൂടിയും ജഗത്തീതം നല്ല രീതിയിൽ നമ്മൾ ചെയ്യാൻ ശ്രമിക്കാം. ഇനി അടുത്ത വർഷം ഒന്നുകൂടി സമ്മേളനത്തിൽ നമ്മെല്ലാം കൂടി ചേരാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ശ്രീരാമകൃഷ്ണാർപ്പണമസ്തു. जय भगवान श्री रामकृष्ण देव की जय. जय माता शारदा देवी की जय. जय स्वामी विवेकानंद जी की जय. जय स्वामी ब्रह्मानंद महाराज जी की जय. जय स्वामी निर्मलानंद महाराज जी की जय. जय श्री अनंत पद्मनाभ स्वामी की जय. जय श्री दुर्गा माई की जय. दुर्गा दुर्गा दुर्गा.